BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. നാലു ചുറ്റും കായലും കടലുമായി വെള്ളത്താൽ ചുറ്റപ്പെട്ട പശ്ചിമ കൊച്ചി മേഖലയിലെ ജനങ്ങൾ കുടിനീരിനായി കേഴുകയാണ്. പല ഡിവിഷനുകളിലും ദാഹജലം കിട്ടാക്കനിയായി മാറി ഒഴുകിയെത്തുന്ന വെള്ളമാകട്ടെ മലിനവും. ചെറിയൊരു ഭൂപ്രദേശമാണെങ്കിലും 7 ജലസംഭരണികൾ, 2 ഭൂഗർഭ ജലസംഭരണികൾ എന്നിവ ഇവിടെയുണ്ട്. പക്ഷേ ആവശ്യത്തിന് വെള്ളം മാത്രം സംഭരണികളിലില്ല. 3.5 പതിറ്റാണ്ടുകൾക്കുള്ളിൽ വിദേശ സഹായത്തോടെയുള്ള പദ്ധതികളടക്കം 7 കുടിവെള്ള പദ്ധതിക്കായി 800 കോടിയിലേറെ രൂപ ചെലവഴിച്ചെങ്കിലും കൊച്ചിക്കാരുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. ഹഡ്കോ പദ്ധതി, ബ്രിട്ടീഷ് കുടിവെള്ള പേരി നിർമ്മാർജ്ജന പദ്ധതി, ഏഷ്യൻ വികസന ബാങ്ക് പദ്ധതി, പാം പദ്ധതി, അമൃത് പദ്ധതി, മൂവാറ്റുപുഴ ഇറിഗേഷൻ തുടങ്ങി വന്നതും പോയിട്ടുമുള്ള പദ്ധതികൾ പലതാണ്. ഒന്നിൻ്റെയും ഗുണഫലം കൊച്ചിക്ക് കിട്ടുന്നില്ല. പശ്ചിമ കൊച്ചിയിലെ പല ഡിവിഷനുകളിലും ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. കിട്ടുന്നതാകട്ടെ മാലിന്യവും ദുർഗന്ധവും അടങ്ങിയ ജലവും. വേനൽ കടുത്തതോടെ നാട്ടുകാരുടെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ നെഞ്ചിടിപ്പേറി വരികയാണ്. പ്രതിദിനം കുറഞ്ഞത് 23-26 ദശലക്ഷം ലിറ്റർ വെള്ളം വേണ്ടിയെടുത്ത് രാവിലെയും വൈകിട്ടുമായി ജല അതോറിറ്റി വിതരണം ചെയ്യുന്നത് 16-17 ദശലക്ഷം ലിറ്റർ ശുദ്ധജലം മാത്രം. ആലുവ, മൂവാറ്റുപുഴ ശുദ്ധജല വിതരണത്തിന്റെ 2 പ്രധാന ഇറിഗേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടും വർഷങ്ങളായി പശ്ചിമ കൊച്ചി മേഖലയിലെ ദാഹം അകറ്റാൻ സാധിക്കുന്നില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെട്ട മേഖലയിൽ കഴിഞ്ഞ ദിവസം കുടിവെള്ള പൈപ്പ് കടന്നു പോകുന്ന ഭാഗം പരിശോധിക്കാൻ കുഴിയെടുത്തു. ഈ സമയത്താണ് ജീർണിച്ച് തുരുമ്പ് മാത്രമായി മാറിയ പൈപ്പുകൾ കണ്ടെത്തിയത്. 1962 പെരിയാറിലെ ജലം ആലുവ ശുദ്ധജല പ്ലാന്റിലൂടെ ശുദ്ധീകരിച്ച് എത്തിക്കാൻ സ്ഥാപിച്ച ജലവിതരണ പൈപ്പുകളാണിത്. ഇവ ദ്രവിച്ച് ജീർണിച്ചിരിക്കുകയാണ്. കാലപ്പഴക്കം, ജലമാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ തടസ്സങ്ങൾ, ഫലക്ഷയം തുടങ്ങിയവ മൂലം പമ്പിംഗ് സമയത്തെ ഉയർന്ന സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ പൊട്ടുന്നതും ജലവിതരണത്തെ ബാധിക്കുന്നുണ്ട്. കൊച്ചി മേഖലയിൽ 7 ജലസംഭരണികളാണുള്ളത്. 2 ഭൂഗർഭ ജലസംഭരണികളും ഫോർട്ട് കൊച്ചി, മോഡിബാത്ത്, അമരാവതി, കുറുവപ്പാടം, കരുവേലിപ്പടി, തോപ്പുംപടി, പള്ളുരുത്തി എന്നിവിടങ്ങളിലാണ് സംഭരണികൾ. ഇവയ്ക്കെല്ലാം കൂടി മൊത്തത്തിൽ 2 കോടി ലിറ്ററിലേറെ ജലസംഭരണ ശേഷിയുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള ജലം സൂക്ഷിക്കാൻ സാധിക്കും. എന്നാൽ പമ്പിങ്ങിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ തുടർന്ന് കുറഞ്ഞ അളവിലുള്ള ജലം മാത്രമേ ശേഖരിക്കുന്നുള്ളൂ. തോപ്പുംപടിയിലും പള്ളുരുത്തിയിലും ഭൂഗർഭ ജല സംഭരണികളിൽ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. കൊച്ചി നഗരസഭയുടെ 29 ഡിവിഷനുകളിലും ചെല്ലാനം, കുമ്പളങ്ങി പഞ്ചായത്തുകൾ അടങ്ങുന്ന കൊച്ചി മേഖലയിൽ കുടിവെള്ളക്ഷാമത്തിനെതിരെയുള്ള സമരങ്ങളും പതിവ് കാഴ്ചയാണ്. വിവിധ ഡിവിഷൻ നിവാസികൾ, കൗൺസിലർമാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ കാലിക്കുടങ്ങുമായി സമരത്തിനെത്തും. ഇവരെ ആശ്വസിപ്പിച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞുവിടും. 2-3 ദിവസം സമരം ചെയ്തവരുടെ മേഖലയിലേക്ക് കൂടുതൽ പമ്പ് ചെയ്യും. എന്നാൽ അടുത്ത ദിവസം മറ്റൊരു ഭാഗത്ത് നിന്നെത്തുന്നവരെ സമാശ്വസിപ്പിക്കാൻ കൂട്ടിക്കൊടുത്ത പമ്പിംഗ് കുറെ കൂടി വേണ്ടിവന്നു. ഇതോടെ ഇവർ വീണ്ടും സമരത്തിനെത്തും. പശ്ചിമ കൊച്ചിയിലേക്കുള്ള ജലവിതരണത്തിന്റെ കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡരികിൽ കിടക്ക ഗോഡൌണിൽ വൻ തീപിടുത്തം. 2 ലോറികളടക്കം കത്തി നശിച്ചു. ആളപായമില്ല. തീയും പുകയും ഉയർന്ന് മുകളിലൂടെ കടന്നു പോകുന്ന ഹൈടെൻഷൻ 220 kV വൈദ്യുതി ലൈൻ 3 പൊട്ടി വീണു. ശനിയാഴ്ച രാവിലെ 10 സീപോർട്ട് റോഡിന് സമീപത്ത് ഹിദായത്ത് നഗറിൽ കരുവാളി KK ജമാലിന്റെ ഉടമസ്ഥതയിലുള്ള ക്രസന്റ് ഫോം കിടക്ക ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഗോഡൌണിൽ ഉണ്ടായിരുന്ന കിടക്കകൾ പൂർണ്ണമായും കത്തി നശിച്ചു. 2 ലോറികളും കത്തി, മറ്റൊന്നും പുറത്തേക്ക് മാറ്റി. തീയിൽ നിന്ന് ഉയർന്ന പുക സമീപത്തെ വീടുകളിലേക്കും ഗോഡൌണിനോട് ചേർന്നുള്ള ലോഡ്ജിലേക്കും പടർന്നു. ഈ സമയം അവിടെ താമസിച്ചിരുന്ന ഗോഡൌൺ ജീവനക്കാരും ലോഡ്ജിലെ താമസക്കാരും ഓടി രക്ഷപ്പെട്ടു. ഒരാൾ ഒരു നിലയുടെ മുകളിൽ നിന്ന് റോഡിലേക്ക് ചാടുകയായിരുന്നു. ഇയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും ഉടമ പറഞ്ഞു. സമീപത്ത് പ്രവർത്തിച്ച കുടിവെള്ള പാക്കിംഗ് യൂണിറ്റിലേക്കും തീ പടർന്നു. പാക്കിംഗ് യന്ത്രവും ലാബും സീലിംഗും നശിച്ചു. ഇവിടെ മാത്രം 25 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഉടമ പറഞ്ഞു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ 8 യൂണിറ്റുകൾ 1 മണിക്കൂറെടുത്താണ് തീ പൂർണ്ണമായും അണച്ചത്. തൃക്കാക്കര, ഏലൂർ, ആലുവ, പട്ടിമറ്റം, ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 50 അംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. സമീപത്ത് വെൽഡിംഗ് നടക്കുന്നതിനിടെ തീപ്പൊരി തെറിച്ചതോ ഷോർട്ട് സർക്യൂട്ടോ ആണ് കാരണമെന്നും സംശയിക്കുന്നുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. മുഖമിനുക്കി പുതിയ പ്രൗഢിയിലേക്ക് കുതിക്കാനൊരുങ്ങുകയാണ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ളവയുടെ പണികൾ അവസാന ഘട്ടത്തിൽ എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്റ്റേഷനിലെ ആദ്യഘട്ട ജോലികൾ 90% പൂർത്തിയായി. അമൃത് ഭാരത് പദ്ധതിയിൽ ഏകദേശം 10 കോടി രൂപയുടെ വികസനമാണ് സ്റ്റേഷനിൽ
നടക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഉദ്ഘാടനം അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. പ്ലാറ്റ്ഫോം ഉയർത്തി ടൈൽ വിരിക്കൽ, ഉന്നത നിലവാരമുള്ള കാത്തിരിപ്പ് കേന്ദ്രം, ശുചിമുറി സൗകര്യം, വിശ്രമ കേന്ദ്രം എന്നിവയ്ക്കൊപ്പം മികച്ച ഇരിപ്പിട സൗകര്യവും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. LED സൈൻ ബോർഡുകൾ, ശുദ്ധജല ബൂത്തുകൾ, സ്പീക്കറുകൾ തുടങ്ങിയവ ഇവിടെ പുതുതായി ക്രമീകരിച്ചു. സ്റ്റേഷന്റെ കവാടവും ടിക്കറ്റ് കൗണ്ടറും മോടി പിടിപ്പിച്ചു. അപ്രോച്ച് റോഡ്, പാർക്കിംഗ് സൗകര്യം വിപുലീകരണം, വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയായി. അടുത്ത ഘട്ടത്തിൽ നടപ്പാലത്തിന്റെ ഇരുവശത്തും ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തും. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂര ദീർഘിപ്പിക്കും. പ്ലാറ്റ്ഫോം ഉയർത്തലും അടുത്ത ഘട്ടത്തിൽ നടപ്പാക്കും. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം സംസ്ഥാന പാതയിൽ അപകട ഭീഷണി ഉയർത്തുന്നു. നടപ്പാത നിർമ്മാണ ജോലികളെ തുടർന്ന് ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും വേഗം കുറയ്ക്കാൻ ബസ്സുകൾ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഇത്തരം സ്ഥലങ്ങളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയെ അപകടകരമായ രീതിയിലാണ് ബസ്സുകൾ മറികടക്കുന്നത്. പലപ്പോഴും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു. ഇത് പലപ്പോഴും വാക്കുതർക്കത്തിനും കയ്യാങ്കളിക്കും വരെ കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും എതിരെ വരുന്ന വാഹനങ്ങളുടെ സുരക്ഷ അല്പം പോലും കണക്കിലെടുക്കാതെയാണ് സ്വകാര്യ ബസ്സുകൾ മുന്നിലുള്ള വാഹനങ്ങളെ മറികടക്കുന്നത്. നടപ്പാത വന്നതോടെ വീതി കാര്യമായി കുറഞ്ഞ റോഡിൽ ഇത്തരം ബസ്സുകളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറുവാഹനങ്ങൾ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ്. ഗതാഗത നിയമം ലംഘിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നായരമ്പലം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.